തിയേറ്ററിൽ കണ്ട ഒരു സിനിമയാണ് സർവ്വമായ. ഇത് നിവിൻ പോളി നായകനായ ഏറ്റവും പുതിയൊരു ചിത്രമാണ് സർവ്വമായ. കുറേ നാളുകൾക്ക് ശേഷമാണ് നിവിൻ പോളിക്ക് ഒരു നല്ല സിനിമ വരുന്നത്. പക്ഷേ ഈ സിനിമ എനിക്കൊരു വിസ്മയത്തുമ്പത്തുമായിട്ട് എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നിയൊരു സിനിമയാണ് സർവ്വമായ. അതിൻ്റെ റീത്ത വരുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു നായിക അതുപോലെ ഒരു ഗോസ്റ്റായിട്ട് വരുന്നു. എക്സാക്ട്ലി വിസ്മയത്തുമ്പത്തിൻ്റെ അതേ തീമാണ് പടം. പക്ഷേ സിനിമയുടെ മേക്കിങ്ങും അജു വർഗീസുമായിട്ടുള്ള കോംബോയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഖിൽ സത്യനാണ്. കഥയും അഖിൽ സത്യൻ തന്നെയാണ്. നിർമ്മാണം ചെയ്തേക്കുന്നത് അജയകുമാറും രാജീവ് മേനോനും ചേർന്നാണ്. പിന്നെ അഭിനേതാക്കളായിട്ടുള്ള നിവിൻ പോളിയും റിയ ഷിബു എന്ന് പറഞ്ഞ പുതിയൊരു നടിയാണ്. പിന്നെ അജു വർഗീസ്, പിന്നെ ജനാർദ്ദനൻ, പിന്നെ പ്രീതി മുകുന്ദൻ. നിർമ്മാണം സിനിമ ചെയ്തേക്കുന്നത് അജയകുമാറും രാജീവ് മേനോനും ചേർന്നാണ്. ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് ശരൺ വേലായുധനാണ്. എഡിറ്റിങ് അഖിൽ സത്യൻ തന്നെയാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. സംഗീതം ചെയ്തേക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ. സെൻട്രൽ പിക്ചറാണ് വിതരണം ചെയ്തിരിക്കുന്നത്. പടം റിലീസായത് ഡിസംബർ ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ് പടം റിലീസായിരിക്കുന്നത്. 146 മിനിറ്റാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. പടം അടിപൊളി മേക്കിംഗ് ആണ് പടം. പക്ഷേ പടത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ആ വിസ്മയത്തുമ്പത്തുമായിട്ട് വരുന്ന ആ സിമിലാരിറ്റിയാണ്. അതിൽ കുറച്ച് മാറ്റം, സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ മാറ്റം വരുത്തുക പടം ഇച്ചിരിയും കൂടെ വേറെ ലെവലായേനെ. ഇതൊരു ഫാമിലി മൂവിയാണ്. ഫാമിലീസൊക്കെ ഒരുപാട് വരുന്നുണ്ട് പടം. എനിക്കാകെ നെഗറ്റീവായിട്ട് തോന്നിയത് അത് മാത്രമേ ഉള്ളൂ. വേറൊരു പ്രശ്നവും ഇല്ലാത്തൊരു സിനിമയാണിത്. നല്ല അടിപൊളി മേക്കിങ്ങാണ്. പാലക്കാടിൻ്റെയൊക്കെ മനോഹരമായ ഭംഗി, പാലക്കാടൻ ഗ്രാമങ്ങളുടെയൊക്കെ അടിപൊളിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പടം നല്ല കളർഫുൾ ചിത്രമാണ്. ചിത്രത്തിലാകെ ആ സ്ക്രിപ്റ്റിൻ്റെ ചെറിയൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. വിസ്മയത്തുമ്പത്തുമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ്. അതായത് ജോമോൻ്റെ സുവിശേഷവും ജേക്കബിൻ്റെ സ്വർഗരാജ്യവും ഇറങ്ങിയപ്പോൾ രണ്ടും സിമിലാരിറ്റി അല്ല. അതുപോലെ തന്നെയാണ് ഈ പടത്തിൻ്റെയും വരുന്നത്. വിസ്മയത്തുമ്പത്തുമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ്. അതേ തീം തന്നെയാണ് പടം ചെയ്തിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ വിസ്മയത്തുമ്പത്താണ് വന്നുകൊണ്ടിരുന്നത്. അത് ഈ കുറച്ച് മാറ്റം വരുത്തുമായിരുന്നെങ്കിൽ പടം ഇച്ചിരിയും കൂടെ അടിപൊളിയായനെ. എന്നിരുന്നാലും ജനങ്ങൾക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പടം നല്ല നിറഞ്ഞ സദസ്സിൽ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയപ്പോൾ തന്നെ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഈ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. വേറൊരു പോരായ്മ ഈ പടത്തിനെക്കുറിച്ച് പറയാനില്ല. അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിവിൻ പോളി ആക്ച്വലി ഫീൽഡ് ഔട്ടായി പോയെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പുള്ളി ഗംഭീര തിരിച്ചുവരവാണ് ഈ പടത്തിലൂടെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അജു വർഗീസ്, ജനാർദ്ദനൊക്കെ ഭയങ്കര അടിപൊളി പെർഫോമൻസാണ് ഈ പടത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അജു വർഗീസുമായിട്ടുള്ള നിവിൻ പോളിയുടെ കോംബോ സീനുകളൊക്കെ നമുക്ക് തുടക്കത്തിൽ ഭയങ്കര കോമഡി, ഭയങ്കര ഇതാണ്. നമ്മൾ ഭയങ്കര ഓർത്തോർത്ത് ചിരിക്കുന്ന കുറേ സീനുകൾ ഈ സിനിമയിൽ നമുക്ക് ഉണ്ട്. ഇതൊരു കോമഡി ഹൊറർ ചിത്രമാണ് സർവ്വമായ.